എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 5, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം. നമ്മൾ ഈ ദിവസത്തെ ബഷീർ ദിനം ആയി ആചരിക്കുന്നു. മലയാള സാഹിത്യത്തെ ജനകീയമാക്കിയ എഴുത്തുകാരനാണ് ബഷീർ. വലിയ വലിയ പദാവലികളോ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളോ ഉപയോഗിക്കാതെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ വിസ്മയം തീർത്ത കഥാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ബേപ്പൂർ സുൽത്താൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ തീച്ചുളയിലേക്ക് ചാടി വീണ ബഷീർ ഒരുപാട് നാടുകളിൽ നാടോടിയായി അലഞ്ഞു തിരിഞ്ഞിരുന്നു. ആ യാത്രകളിൽ നിന്നും അദ്ദേഹം നെയ്തെടുത്തതാണ് തൻ്റെ അനശ്വരമായ കഥകൾ. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, നുപ്പോപ്പ കരാനുണ്ടായിരുന്നു, ശബ്ദങ്ങൾ, മതിലുകൾ തുടങ്ങിയ കൃതികൾ വായിക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. ഹാസ്യത്തിൻ്റെ മധുരത്തിൽ ചാലിച്ച് എന്നാൽ വായനക്കാരുടെ കണ്ണു നിറക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുശൈലി. മാങ്കൊമ്പ് നായരും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരുമെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, ഇവിടുത്തെ പുഴുക്കളും പക്ഷികളും മൃഗങ്ങളും ചെടികളുമെല്ലാം ഭൂമിയുടെ തുല്യ അവകാശികളാണ്. ബഷീറിൻ്റെ ഈ വാക്കുകൾ പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഭാഷയുടെയും വ്യാഖ്യാനത്തിൻ്റെയും കടുംപിടുത്തങ്ങളിൽ നിന്നും മലയാള സാഹിത്യത്തെ മോചിപ്പിച്ച ആ വലിയ മനുഷ്യൻ 1994 ജൂലൈ 5 നമ്മെ വിട്ടുപിരിഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ അവശേഷിച്ചു പോയ അക്ഷരങ്ങൾ മലയാളത്തിൽ ഉള്ളോടത്തോളം കാലം മരിക്കില്ല. ബഷീറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.